അപ്പോൾ സമയം 9:30. ഗോവയിലാണ്. ഗോവയിൽ നിന്ന് ഇപ്പോൾ ഇതായിരുന്നു നമ്മൾ റൂം. ഇവിടെ നേരെ ബോംബെ പോകാനുള്ള പരിപാടിയാണ്, മുംബൈയിൽ പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മളെ റൂം. ചെക്കന്മാരൊക്കെ ഡ്രസ്സും ചെയ്ത് റെഡി ആയി നിൽക്കുകയാണ്. ഗോവയെ പറ്റി കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക സ്ഥലം കേട്ടോ ഗോവ. ഒരു മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് വൈബാണ് അവിടെ. ആൾക്കാരും ബിൽഡിങ്ങും റോഡും വീടും കാടും ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈല്. കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയില്ല, നിങ്ങൾക്കറിയാലോ ഗോവനെ പറ്റി. അപ്പോൾ അങ്ങനെ ഏതായാലും ഞങ്ങൾ റൂമിൽ നിന്ന് രാവിലെ തന്നെ ഫ്രഷായി റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. 720 കിലോമീറ്ററാണ് ബോംബെയിൽ. 720 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. നമുക്ക് സൈലതാ കിടക്കുന്നു. ഇതാ വണ്ടി. നമ്മൾ നിന്നത് ഇത് ഐശ്വര്യ ഗസ്റ്റിനിലാണ് നമ്മൾ നിന്നത്. ഓക്കെ, ക്യാഷൊക്കെ സെറ്റാക്കാൻ പോയി. ഇത് നമ്മളെ വണ്ടി. ബാഗൊക്കെ ബാക്കിൽ വെക്കട്ടെ. ഇവിടെ ഫുൾ ഓരോരോ ഗസ്റ്റ് റൂമുകളാണ്. ഇത് കംപ്ലീറ്റ് ലോഡ്ജാണ്. ട്രയാങ്കിൾ ഇന്ന് റെസ്റ്റോറൻറ്റ് നമ്മളുടെ അവിടെ. നമ്മളിവിടെ ഇതിൻ്റെ ബാക്കിലുള്ള റൂമിൽ നമ്മൾ നിന്നത്. ഇനി കുറച്ച് ബീച്ചിൻ്റെ അവിടെയൊക്കെ പോയിട്ട് നേരെ ബോംബെ വിടാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മളെ റൂമിൽ നിന്ന് വണ്ടി എടുത്ത് എല്ലാവരും വണ്ടി കയറിയിരിക്കുന്നതാ. സെറ്റാണ്. നേരെ മുംബൈ ആണ് പിടിക്കുന്നത്. കുറച്ചു നേരം ഇവിടെ നിന്ന് കറങ്ങല്ലേ? ഓക്കെ, യെസ്. ഗോവയിൽ വന്ന സ്ഥിതിക്ക് ഒരു ബീച്ചിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബാഗ ബീച്ച് ഒരു ബീച്ചുണ്ട്. അടിപൊളി ബീച്ചാണ്. അവിടെ നിന്ന് ജസ്റ്റ് പോയിട്ട് ഒന്നുമില്ല, ജസ്റ്റ് പോയിട്ട് കണ്ടിട്ട് നേരെ ഇവിടെ നിന്ന് വിടും, ഗോവയിൽ നിന്ന് വിടും. ഗോവ കണ്ടോളി ഒരു വെറൈറ്റി രാജ്യമാണ്. കണ്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഫുൾ ഒരു സംഭവം നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ്. ഒരു യൂറോപ്യൻ ടച്ച് പോലൊക്കെ തോന്നും ചില ഭാഗങ്ങൾ. ഒരു പഴമ നിർത്തിയിട്ട് തന്നെയുള്ള ഒരു ബിൽഡിങ്ങുകളും വീടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കണ്ടില്ലേ, അടിപൊളിയാണ്. നേരെ ബാഗ ബീച്ച്. ഗോവ ഫുൾ റെസ്റ്റോറൻറ്റ്, പബ്ബ്, ബാറ്, അങ്ങനത്തെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ബാഗ ബീച്ച് ഇങ്ങനെ ഒരു റിസോർട്ടും ഹോട്ടലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയാണ്. ആളുകൾ കുറവാണ് ഇപ്പോൾ ഈ സമയമായതുകൊണ്ട്. രാത്രിയാണ് കൂടുതൽ ആളുണ്ടാവും. നമ്മുടെ ടീമാ ഏണ്ട് പൊളി. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. നല്ല വെയിലാണ്, കാര്യമായിട്ടൊന്നുമില്ല. ഓരോ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ പോയി ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ടില്ല. അടുത്ത് നമ്മൾ നേരെ മുംബൈക്കാണ് പോകുന്നത്. ഗോവയിൽ നേരെ മുംബൈക്കാണ് പോകുന്നത്. എന്നാൽ പോവല്ലേ? വണ്ടി കയറി എല്ലാവരും. ഓക്കെ, സെറ്റ്. അങ്ങനെ നേരെ നമ്മൾ പൂനെ മുംബൈ. അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനൊരു കേരള ഹോട്ടലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് കേരള വണ്ടിൻ്റെ ഇവിടെ
ഫുഡ്ലാൻഡ് ഇങ്ങനെ ഹൈവേ കേട്ടോ, പൂനെക്കുള്ള ഹൈവേ. യെസ്. പൂരിയും ബാജിയും. ഇതെന്താ ഇതിൻ്റെ പേര് പറഞ്ഞത്? ഊത്തപ്പ. അത് സാധനം ബാജി അവിടെ കണ്ട് ഫുഡ് ഇഡ്ഡലി അല്ലേ? ഇഡ്ഡലി സാമ്പാറും സൂപ്പർ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ ഈ നാരങ്ങയും അല്ലേ, നാരങ്ങ ഉള്ളി. ഓപ്പോടെ ഭയങ്കര ചേച്ചിയല്ലേ ചോപ്പ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഫുഡ് കുഴപ്പമില്ല. ഹോട്ടലിൻ്റെ പേര് ഇതോ ഫുഡ്ലാൻഡ്. കണ്ണൂരുള്ള ആൾക്കാരാണ്. ഫുഡ്ലാൻഡ്. ഇങ്ങോട്ട് വേണം. നമ്മൾ വെള്ളത്തിൻ്റെ ഒരു കേസ് വാങ്ങിയതാണ്. ആ ഇവിടെ ചോട്ട് പോവാം. ഓ സീറ്റ് മാൻ. ആ നല്ലൊരു സ്ഥലം, ഒരു സൈലൻ്റ് ആയിട്ടുള്ള. നേരെ മുംബൈ ആണ്, പിന്നെ അജ്മീർ, മുംബൈ താനെ. ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ബാക്ക് കണ്ടില്ലേ, ഫുഡിൻ്റെ ഒക്കെ ഉള്ള ഫുൾ സെറ്റപ്പ് ഉണ്ട്. നല്ല നമ്മൾ തെറിക്കല്ലേ തെറിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്ഥലത്തിന്റെ പേര് അറിയില്ല. എങ്ങനെയുണ്ട് ഇവിടെ? സൂപ്പർ. എൻജോയ്. മണാലിയിലെ മഞ്ഞ് കാണാൻ പോവാണ്. പൊളിക്കും കയ്യാട്ടി മോനെ. എന്താ ചെയ്യാ? പോലീസ് കയ്യാട്ടി. അങ്ങനെ നമ്മളെ പോലീസ് പിടിച്ചു കിട്ടും. നോക്ക് എന്ത് സംഭവം. സ്ഥലത്തിൻ്റെ പേര് നമുക്കറിയില്ല. അടിപൊളി സൂപ്പർ റൂട്ടാണ്. ഫുൾ നേച്ചർ, അതേപോലെ ഫുൾ ഐറ്റം റോഡ്. സ്ഥലത്തിൻ്റെ പേര് അറിയില്ല. ഗൂഗിൾ മാപ്പാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അടിപൊളി വൈബുള്ള റോഡ്. അടിപൊളി, ഒരു രക്ഷയില്ല മോനെ. കിടോ ഇങ്ങോട്ട് നോക്കാം. അങ്ങനെ പൂനെക്കുള്ള യാത്രേൻ്റെ ഇടയിൽ ഇതൊരു ചുരമാണ്. കുറേ സമയമായി. കമ്പം തിന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. കമ്പം അപ്പോൾ കുറേ കടകളൊക്കെ ഉണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സീനറി കേട്ടോ. തിന്നോക്കട്ടെ എങ്ങനെയുണ്ട്. എൻ്റെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ. ഓ നോക്കട്ടെ. ഇതിലേക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പച്ചപ്പിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ തിന്നണതാണ്. ഇതിൻ്റെ ടേസ്റ്റാണ് വേറെ ലെവൽ കേട്ടോ. അടിപൊളി സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ വെരി ലോങ് യാത്രയ്ക്ക് ശേഷം നമ്മൾ സൈഡാക്കി ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ്
ചെക്കന്മാർ ഇവിടെ ആരും മാസ്ക് ഒന്നും ഇല്ല. ആരും മാസ്ക് വണ്ടി ബോണറ്റൊക്കെ തുറന്നിച്ചാണ് ചൂടൊന്നും മാറാൻ വേണ്ടിയിട്ട്, ഇഞ്ചിൻ്റെ ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട്. വലിയ ഹൈവേണ്, സൂപ്പർ ഹൈവേ. 100, 140, 150 സ്പീഡിൽ ഇങ്ങനെ പോവാം. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ കുറേ വണ്ടിക്കാരുണ്ട് ഇങ്ങനെ സൈഡാക്കി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ചിക്കൻ കട കണ്ട് അവിടെ സൈഡാക്കി. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. സംഭവം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റപ്പ് വണ്ടിയുണ്ട്. ഇന്ന് വരെയായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഏതായാലും ചിക്കൻ എത്ര വില? 200 റുപ്യാന്ന് തോന്നുന്നു ചിക്കൻ വില. ഏതായാലും ചിക്കൻ വാങ്ങി 2 കിലോന് ചിക്കനൊക്കെ ചെറുതാക്കി നൈസായിട്ട് കട്ട് ചെയ്ത് ചിക്കൻ ചില്ലി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ചിക്കൻ ചില്ലിയും ബ്രെഡും ഉണ്ട്, നമ്മൾക്ക് ബ്രെഡ് നമ്മളൊക്കെ ഉണ്ട്, അത് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അതിൻ്റെ അടുക്കാണ് ഒരു വെറൈറ്റി വണ്ടിയുണ്ട്. വെറൈറ്റി വണ്ടിയില്ല, അതെന്തോ ഒരു പുല്ല് കിട്ടണ എന്തോ ഒരു മെഷീനാണ്. ആള് പോകുന്നുണ്ട, വണ്ടി കണ്ടാൽ നമ്മൾ നോക്കുമല്ലോ, അങ്ങനെ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥലത്ത് സൈഡാക്കിയിരിക്കുന്നു, സർവീസ് റൂട്ടിൽ സൈഡിലാണ്. അപ്പോൾ വാങ്ങിയ ചിക്കൻ ചില്ലിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ടൈം ലാപ്സ് ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ കാണാം ചിക്കൻ ചില്ലിയും ചായയൊക്കെ ഉണ്ടാക്കണം. അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ് നമ്മുടെ അടുത്തുണ്ട്. അങ്ങനെ ചിക്കൻ ചില്ലിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ നിന്ന് ഒരാൾ തിന്നുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഒരാൾ ചട്ടിയിലിടുന്നുണ്ട്. അങ്ങനെ ചട്ടപ്പെട്ട പരിപാടി ഭയങ്കര ടൈം ലാപ്സാക്കി എടുത്താണ്. അല്ലെങ്കിൽ പിന്നെ വീഡിയോ ലെങ്തിയാവും, പിന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചടച്ചു പോയില്ല. അതുകൊണ്ട് ചട്ടപ്പെട്ട പരിപാടി ആയിട്ട് നമ്മളെ ചിക്കൻ ചില്ലി തിന്ന് അതിൻ്റെ കൂടെ ബ്രെഡും രണ്ടും കൂടി കൂട്ടി അടിച്ച് ഇതേ കണ്ടില്ലേ വേവിന് ചെറിയ ചെറിയ പീസാക്കിയതുകൊണ്ട് പെട്ടെന്ന് ആവുന്നുണ്ട്. വലുതാക്കി പിന്നെ പെട്ടെന്ന് പിന്നെയും ടൈം എടുത്തു, അതുകൊണ്ടാണ് ചെറിയ പീസാക്കിയത്. ഒരു കഷ്ണം ബ്രെഡ് എടുക്കുക, പീസ് എടുക്കുക. സൂപ്പർ. അവിടെ ഉണ്ടോ? അപ്പുറത്തുണ്ട്. എങ്ങണ്ട് കണ്ടില്ല, തിന്നണ്ടില്ലേ? എങ്ങണ്ടാ സൂപ്പർ. എന്താ ബോസ് മസാല മൂപ്പരാണ് നമ്മളെ കുക്ക്. വേറെ ലെവല് ടേസ്റ്റ് ഇട്ടാ ബ്രെഡ് കൂടി അടിക്കാൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വണ്ടിയിൽ വീണ്ടും യാത്ര തുടങ്ങി. ഏതോ ടണൽ ഒരു പഴയ ഇതുണ്ട് കേട്ടോ, പൂനെയിൽ നിന്ന് ബോംബെ പോകുമ്പോഴാണ്. എൻ്റെ മോനെ ഇത് ഭയങ്കര ലെങ്തി ആയിട്ട് ടണൽ. തൽക്കാലം ഞങ്ങൾ കാണിച്ച് വെറുപ്പിക്കണില്ല, ഏതായാലും പോട്ടെ. അങ്ങനെ സമയം 1 മണി കഴിഞ്ഞിരിക്കണ്. നേരെ മുംബൈ പോണ റൂട്ടാണ്. മുംബൈയിലെത്തിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഡീസൽ അടിക്കണം, പിന്നെ ഒന്ന് റെസ്റ്റ്. ഉറക്കമില്ലാത്ത രാത്രികളാട്ടാ, ഉറക്കമില്ലാത്ത രാത്രിയാണ്. പക്ഷെ ഞാൻ ഉറങ്ങും, ബാക്കിയുള്ളവരൊക്കെ ഡ്രൈവ് ചെയ്യും. ഞാൻ ബാക്കിൽ കിടന്നുറങ്ങും നല്ല സുഖമായിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേ. ഈ സമയത്തും ഭയങ്കര തിരക്കാണ്, കണ്ടില്ലേ? ഇവിടുന്നൊരു ചായ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാക്കി യാത്ര. എനിക്ക് ചായ വേണം, പോവാ. വേണം. എന്ത് അടിപൊളി ചായയാണ്, ഒരു രക്ഷയില്ല. അടിപൊളി സൂപ്പർ. ഈ പമ്പിൻ്റെ അടുത്തുള്ള ചെറിയൊരു തട്ടുകൾ കിട്ടും. പകലിൻ്റെ അതേപോലെ വണ്ടികൾ രാത്രിയും. വീണ്ടും നമ്മളെ മുംബൈ എക്സ്പ്രസ് ഹൈവേ.
അങ്ങനെ തന്നെയാണ്. ചീറി പാഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇവിടെ 100 ഉള്ളു. പറഞ്ഞോ ഹൈ ലെവല് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഒരുപാട് കിലോമീറ്ററുകൾ എക്സ്പ്രസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടണലുകൾ, ഹൈ ലെവൽ, വേറെ ലെവൽ റോഡാണ് മക്കളെ, വേറെ ലെവൽ റോഡ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉറങ്ങും. ഓക്കെ. ഡ്രൈവറെ കാണില്ല. ബാക്കിൽ ടീമൊക്കെ ആക്റ്റീവായിട്ടാവും. ആരും ഉറങ്ങിയിട്ടില്ല. ഫുള്ള് പവർ ആണ്. ബാക്കിലുണ്ട് മറ്റാള്, ഫുഡിന്റെ ആള്. ജാമും ബ്രെഡ് ഉണ്ട്. സമയം എത്രയായി അറിയോ? സമയം 2:45, 3 മണിയായിട്ടും ചിക്കന്മാര്. നബ്ലായ് ഈ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ. പകലൊക്കെ ആണെങ്കിൽ ഇവിടെ കാലുത്താൻ സ്ഥലം ഉണ്ടാവില്ല അല്ലേ സിമ? അതിനാണ് നമ്മൾ ഈ സമയം തെരഞ്ഞെടുത്ത ഇതിലൂടെ ടൗണുകൾ പെട്ടെന്ന് കവർ ചെയ്യണം. റോട്ടിൽ മെയിനായിട്ട് ലോറിക്കാരാട്ടോ. ലോഡ് വണ്ടി ഇഷ്ടം പോലെ. നമ്മൾ നോർമൽ പ്രൈവറ്റ് വണ്ടി വളരെ കുറവാണ്. ഒന്നാമത് ഈ ടൈമായിട്ട്, പിന്നെ കാര്യമായിട്ട് ആയിരുന്നുള്ളൂ. ഏതായാലും നമ്മൾ മുംബൈ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം ഒരുപാടായി. ഞാനിങ്ങനെ മെല്ലെ മയങ്ങും. ബാക്കിയുള്ളവർ കുറേയൊക്കെ ഡ്രൈവ് ചെയ്യും, പിന്നെ സൈഡാക്കും എന്തായാലും. അപ്പോൾ ബാക്കി നാളത്തെ എപ്പിസോഡിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.